नंबर भी गलत लगा रखा है। സ്നാച്ചിങ്ങോ മറ്റോ എന്തോ കുഴപ്പമായിട്ട് പോകാം. ഏത് ഹോസ്പിറ്റൽ? ശരി ശരി, ഉടനെ വരാം. ശരി സാർ, ഓക്കെ. സാറേ ഞാൻ സെല്ലിൻ്റെ ഉള്ളിൽ കയറിക്കോട്ടെ? എന്തിനാണ്? എനിക്ക് അവിടെ ഒന്ന് കാണാം സാറേ. ഒന്ന് ചുമ്മാ ഇനി ഓൾറെഡി സസ്പെൻഷനിലാണ്. എൻ്റെ പണി കളയാൻ വേണ്ടിയിട്ടാണ്. സാറേ വണ്ടി എടുത്ത് ഹോസ്പിറ്റലിൽ വരെ പോകണം. എപ്പോഴാണ് ഇത് സംഭവിച്ചത്? ഈ വന്ന ആളെന്തെങ്കിലും സംസാരിച്ചായിട്ട് ശ്രദ്ധിച്ചോ? വല്ല തമിഴോ ഹിന്ദിയോ ബംഗാളിയോ അങ്ങനെ എന്തെങ്കിലും? അയാൾ എന്നോട് ഒന്നും പറഞ്ഞൊന്നുമില്ല. അയാൾ എൻ്റെ മാല പൊട്ടിക്കാൻ നോക്കിയിട്ട് चोरी था होगा वो जो भाग रहा था ना उस दिन। തലക്കടിച്ചു. ഇല്ല ഹരിയേട്ടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇല്ല, വേദന കുറവുണ്ട്. ഇയാൾ കാണാൻ എങ്ങനെയായിരുന്നു ഏകദേശം? കറുത്തിട്ട് നല്ല നല്ല പൊക്കം ഉണ്ടായിരുന്നു. എന്ത് വേഷമാണ് ധരിച്ചിരുന്നത്? അതൊരു ഒരു ടീഷർട്ടായിരുന്നു. ഒരു ഗ്രേ കളറ് അല്ല, ഒരു കറുത്ത് ഡാർക്ക് ഷെയ്ഡിലെ ഒരു ബ്രൗൺ. എനിക്ക് ശരിക്കും ഓർമ്മ വരുന്നില്ല. വീട്ടിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ലേ? ഹരിയേട്ടൻ പുറത്തായിരുന്നേ. മോൻ ട്യൂഷന് പോയി. അവൻ സ്കൂളിൽ പോയി പിന്നെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ 8:30 ബൈക്കിന്റെ ശബ്ദം വല്ലതും കേട്ടിരുന്നോ? ബൈക്ക് സ്റ്റാർട്ടാക്കുന്ന പോലെ എന്തെങ്കിലും? ആ, ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോണ പോലെ എനിക്ക് തോന്നി. നിങ്ങൾക്ക് ആളെ കണ്ട് തിരിച്ചറിയാൻ പറ്റുമോ? ഇവരാരെങ്കിലും ആണോ നോക്കി? അല്ല, ഇവരാരും അല്ല. എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ കൺട്രോൾ ഓണായിട്ട് അറിയിക്കാം. എടാ അവരുടെ വീട്ടിലൊന്ന് പോകണം. സീനൊന്ന് ചെക്ക് ചെയ്യണം. പകല് കംപ്ലീറ്റ് വന്ന് നോക്കി വെച്ചിട്ട് രാത്രി ആകുമ്പോൾ എടുക്കാനുള്ള തീരുമാനത്തിലുള്ള പോകുമ്പോൾ ബംഗാളികളുണ്ട്, ഒരുപാട് ബംഗാളി. अच्छा, उसी घर पे जा रखे ना? खून അടുക്കള ബൈക്കാണ് ഇറങ്ങി ഓടിയത് എന്നാണ് അവർ പറഞ്ഞത്. സാറേ മുമ്പൊക്കെ ബൈക്കിലൊക്കെ വന്നിട്ടാണ് മാലയൊക്കെ പൊട്ടിച്ചുകൊണ്ട് പോകുന്നത്. ഇപ്പോഴതല്ല, ഇപ്പം വീട്ടിൽ കയറി തലക്കടിച്ചിട്ടാണ് മാല പൊട്ടിച്ചുകൊണ്ട് പോകുന്നത്. हैं? उससे क्या निकला? ये क्या है? जी वो चेन नहीं हो? चेन ही हो क्यों शोर है? ड्रग्स है औषध. സാറേ ഞാൻ ആ തലക്കടിയേറ്റ സാറയുടെ വീട്ടിലാണുള്ളത്. സാർ ഇതൊരു ട്രൂ കേസാണോ സംശയമുണ്ട് സാറേ? കാരണം അവരുടെ മൊഴിയും ഈ സീനും തമ്മിൽ കുറച്ച് കോൺട്രഡിക്ഷൻ ഉണ്ട്. എടാ, ഞാൻ ഈ ട്രിവാൻഡ്രം സെഷൻസ് കോടതിയിൽ ഒരു വാറണ്ട് ഉണ്ട്, അതിന് പോയിക്കൊണ്ടിരിക്കുക. നാളെ വൈകുന്നേരം പറ്റും. നീ അത് കൃത്യമായിട്ടൊന്ന് അന്വേഷിക്കുക. ബാക്കി ഞാൻ വന്നിട്ട് നോക്കാം. കേസ് വേണ്ട. ആരും അറിയരുത്. കേസ് വേണ്ട. अब क्यों मना कर रही है? कुछ छुपा रही शायद.
यही है उसका बेटे से. നിന്റെ അമ്മയോട് ഞാൻ നടന്ന സംഭവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവരെൻ്റെ മുഖത്ത് നോക്കാതെ എന്നെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴേ എനിക്ക് ചെറിയ സംശയം തോന്നി. പക്ഷെ അവരെന്നെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ വേറൊരു പ്രതിയുടെ രൂപം പറഞ്ഞു. इसके बेटे ने क्या അത് കഴിഞ്ഞ് നിന്റെ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ എനിക്ക് കാര്യം ഏകദേശം പിടികിട്ടി. എനിക്കത്ര ഉറപ്പുണ്ടായിട്ടും ഞാൻ തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടും നിന്റെ അമ്മ പരമാവധി പിടിച്ചു. എന്നിട്ട് അവസാനം കൈകൂപ്പി അവർ പറഞ്ഞു, ആരും അറിയരുത്, എൻ്റെ മകനാണ് ചെയ്തതെന്ന് ആരും അറിയരുത്. നീയോ കഞ്ചാവ് ഊത്തി കയറ്റി സ്വന്തം അമ്മയുടെ തലയടിച്ച് പൊട്ടിച്ചു. നിന്റെ കരച്ചിൽ എന്നിൽ ആത്മാർത്ഥി ഉണ്ടെങ്കിൽ, എൻ്റെ അമ്മയോട് നിനക്ക് സ്നേഹമുണ്ടെങ്കിൽ, ചെയ്തത് തെറ്റായി പോയി നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ പറ, നിനക്ക് എവിടെ നിന്നാണ് ഈ സാധനം കിട്ടുന്നത്? ആരാണ് സ്കൂളിൽ സപ്ലൈ ചെയ്യുന്നത്? हाँ भाई तो स्कूल में कौन सप्लाई करता है ऐसी चीजें? റൈറ്റ് കെട്ടിയിട്ട് പനപ്പള്ളി നഗറിലേക്ക് വരുന്നത്. उससे कुछ नहीं ना जो सप्लाई करता है. എന്താ സാറേ? സ്റ്റഫാണോ? സ്റ്റഫാ? ഓ പിന്നെ മനസ്സിലാവാത്ത പോലെ. നിങ്ങളുടെ കയ്യില് കഞ്ചാവ് ഉണ്ടെന്നൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് വന്നാണ്. ഇല്ല സാറേ. എവിടെയാണ് സാധനം? എവിടെയാണ്? ഒന്നുമില്ല उसके पसीने छूट रहे हैं उनके. ആഹാ, സാറായിരുന്നു. ഇല്ല സാറേ, സാറെ കടവന്തരയിലേക്ക് ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞപ്പോഴത്തേക്കും കയറിയാണ് സാറേ. വേറെ ഇവിടെ തൊട്ടടുത്ത് വരെ പോകാൻ വേണ്ടിട്ടായിരുന്നു. ഒന്ന് പുറത്തേക്ക് ഇറങ്ങി, ഞാൻ വണ്ടി സെർച്ച് ചെയ്യട്ടെ. സാറ് വീട്ടിൽ പോകാൻ വേണ്ടി നിൽക്കണേ സാറേ. ഇതിപ്പോ വിടാം. ഒന്നറിയും എന്താണ് സാറേ കാര്യം? എന്താണ് സാറേ കാര്യം? സാറേ എനിക്കൊന്നും അറിയാം സാറേ. സാറേ സാറേ ഒന്നുമില്ല സാറേ. സാറേ ആരെങ്കിലും വെറുതെ വിളിച്ച് പറഞ്ഞേക്കും സാറേ. വല്ലതും കിട്ടിയോടാ? അമ്മ മാത്രമേ സാറേ. പിന്നെ എന്താണ് അവിടെ വണ്ടി നിർത്തിയിട്ട് പരിപാടി? मिल गया उसी बैग में. मिल गया. എടാ ഒരു ഗസ്റ്റ് ഹൗസിൽ വിളിക്ക്. ആ തഹസിൽദാരെ വിളിച്ചാൽ മതി, ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ഒരു അവസരം കൂടി തരാമുള്ള സാറേ. സാറേ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് പിടിച്ചാണ്. അവരുടെ വണ്ടിക്ക് കുറച്ച് കഞ്ചാവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദേഹപരിശോധന നടത്താൻ വേണ്ടിയാണ് സാറിനെ വിളിച്ചത്. ഓക്കെ, പ്രൊസീഡ്. कहाँ छुपा रखा उसने? ओ वहाँ भी छुपा रखा. पीछे भी रखा होगा पक्का. इसके अंदर भी कितना सारा है. 2 किलो के करीब है वो. കണ്ടല്ലോ, ഒരു 5-6 കൊല്ലം അകത്ത് കിടക്കാനുള്ള വകുപ്പ് എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ സന്തോഷ വാർത്ത നിങ്ങളുടെ വീട്ടിലേക്ക് വിളിച്ചു പറയുന്ന ചടങ്ങാണ്. സാറേ പ്ലീസ് സാറേ, വീട്ടിലേക്ക് വിളിക്കില്ല സാറേ. ഞാൻ കടവന്തരല്ല, ചുമ്മാ കറങ്ങാൻ പോയതാ. ദിനോയി കാറിൽ ലിഫ്റ്റ് കയറിയതാ സാറേ. നിനക്ക് അറിഞ്ഞൂടായിരുന്നു ഇവരെന്താണ് പണിയുന്നുള്ളത് അല്ലേ? ഇല്ല സാറേ. നിന്റെ പേരെന്താ? നിന്റെ പേരെന്താ? നിനക്ക് ഇവരെ നേരത്തെ അറിയോ? സാറേ സത്യമായിട്ട് ഇവന്മാർക്ക് അറിയാൻ പാടില്ലായിരുന്നു. ഇവന്മാർ ഈ സീനിലില്ല. നീ മിണ്ടരുത്. ഈ പിള്ളേരെ മൊത്തം ചീത്തയാകുന്ന ഇവനെ സാറേ. പക്ഷെ നേറിയുള്ളവനാണോ? കസ്റ്റമേഴ്സിന് ഒറ്റത്തില്ല അവൻ. ആ നിന്റെ വീട്ടിൽ നമ്പർ എത്രയാടാ? വീട്ടിലേക്ക് വിളിക്കില്ല സാറേ. നിന്റെ വീട്ടിൽ നമ്പർ വേടാ? 9745577389. गलत करने के बाद कैसे रोते हैं? जब गलत करते तब नहीं आते उनको कुछ. पेरेंट्स को सुनेंगे तो कैसे लगेगा उनको? ഇങ്ങോട്ട് നീങ്ങിക്കടാ. അതെ ടീഷർട്ട് ഒന്ന് ഊരിക്ക്. ടീഷർട്ട് ഊരാ. എന്റെ അടുത്ത് ഇതിനു മുമ്പ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള നിനക്കുള്ള സമ്മാനം തരാം. ടീഷർട്ട് ഊരാ. ആ നീ ഇവിടെ മുട്ടുകുത്തിയേ.
എനിക്കല്ലേ സാർ, ഇവിടെ വാടാ, മുക്കത്തോടാ. എനിക്കല്ലേ സാർ. മിണ്ടരുത് നീ. നിന്റെ അടുത്ത് നിനക്ക് സ്കൂളിൽ കഞ്ചാവ് കൊടുക്കണം അല്ലേ? ഞാൻ ഇവിടെ വിട്ടു പൊക്കോളാം സാറേ. മുനിയടാ. പിന്നെ എന്താണ് അങ്ങോട്ട് ബാക്കി ഇങ്ങോട്ട് വാടാ, അങ്ങോട്ട് കുടിഞ്ഞ് നിൽക്കണം. सबसे मरवाएगा उसको। सबके सब पीट रहेंगे करके। മൊത്തം പോഷിക്കുന്ന ഫോട്ടോസ് ആണല്ലോടാ. സാറേ അത് കഞ്ചാവല്ല സാറേ, അത് ഹുക്ക് വലിക്കുന്ന ഫോട്ടോസാണ് സാറേ. വലിച്ചിട്ട് അവന്റെ മുഖം പോലും കാണാൻ പാടില്ല. അവന്റെ സർ, ഈ പിള്ളേരുടെ അമ്മമാര് വന്നിട്ടുണ്ട്. അവരവര് എൻ്റെ അമ്മയാണ് സാറേ. എന്താ ഇവൻ ചെയ്തേ? എന്ത്? നിങ്ങളുടെ മകൻ ഓടിച്ചിരുന്ന വണ്ടിയിൽ നിന്ന് 2 കിലോ കഞ്ചാവ് പിടിച്ചിട്ടുണ്ട്. ഒന്നും ചെയ്തിട്ടില്ല അമ്മ. ഇവന്റെ അച്ഛൻ എന്തേ? മെട്രിയില്ല സാറേ, വിളിച്ചിട്ടോട്ട് കിട്ടുന്നില്ല. എന്താ ചെയ്യണ്ടേന്നും അറിയില്ല. ബോർഡറിലാണ്. ഇതറിഞ്ഞു കഴിഞ്ഞാൽ എന്താവുമെന്നറിയില്ല. അമ്മാമ്മേ, നിന്റെ അമ്മയാണോ അത്? എൻ്റെ അമ്മാമ്മേ സാറേ. അമ്മ ശരി. ഇവന്റെ അച്ഛൻ്റെ അമ്മയ്ക്ക് എന്തേ? ഗൾഫിലാണ് സാറേ. മമ്മിച്ച് നമ്മൾ വിളിപ്പിച്ചെന്തിനാന്ന് വെച്ചാലേ, ആ എസ്ഐയുടെ റൂമിലുണ്ട്. അവരെന്നെ ഏൽപ്പിച്ചിട്ട് പോയതാ. ഇവന് ക്ലാസ്സിൽ പോകാൻ വേണ്ടിയാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. പക്ഷെ ഇവൻ നടന്ന് കുരുത്തക്കേട് കാണിക്കണമെന്ന് എനിക്കറിയില്ല സാർ. എനിക്ക് പേടിയാണ് സാർ. നിങ്ങളുടെ മകൻ യാത്ര ചെയ്യുന്ന വണ്ടിക്കകത്ത് നിന്ന് 2 കിലോ കഞ്ചാവ് കിട്ടി. 3 കൊല്ലം ജയിലിനകത്ത് കൊണ്ട കേസാണ്. ഇത് നമുക്കൊന്നും പറയാനില്ലേ? കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ, കുറച്ച് ദിവസം ജയിലിൽ കിടക്കട്ടെ, എന്നാലേ ഇവരൊക്കെ പഠിക്കും. എൻ്റെ അച്ഛനെന്തേ? അവൻ്റെ വാപ്പച്ചി മരിച്ചു പോയതാ. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞാനൊരു സ്കൂൾ ടീച്ചറാ സാറേ. ഈ കൂട്ടത്തിലേക്ക് ആരെങ്കിലും നിങ്ങൾ അറിയോ? ഇവനെ എനിക്കറിയാം. എന്താണ് ഇവൻ്റെ പേര്? ബിനോയ്. ഇവൻ്റെ കൂടെ 1-2 പ്രാവശ്യം കണ്ടപ്പോൾ ഞാൻ പലപ്പോഴും വാൺ ചെയ്തു, വേണ്ട ഈ കൂട്ട് വേണ്ട എന്ന്. ഇടയ്ക്ക് ഞാൻ ചോദിച്ചപ്പം ഇവൻ പറയുകയും ചെയ്തു ഇപ്പോൾ കൂട്ടൊന്നുമില്ല, അവനെ കാണാറില്ല എന്നൊക്കെ. പക്ഷേ എപ്പോഴും എൻ്റെ ഉള്ളിലൊരു ഭയം ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു അപകടത്തിൽ പോയി ചാടുന്നു. അവസാനം അതങ്ങനെ തന്നെ സംഭവിച്ചു. ഇത്രയും വേണ്ടല്ലോ കൂസിലുണ്ടോ നോക്കിയേ. നിങ്ങൾ കടനെ കൊടുക്കാൻ നോക്കേ. ആട്ടി കൊടുക്കണമെന്നുണ്ട് സാറേ. ഇവിടേക്ക് മുമ്പ് വെച്ച് എങ്ങനെയെന്ന് കരുതിയിട്ടാ. ഇവനെ പോലീസ് പിടിച്ചു എന്ന് പറഞ്ഞപ്പോ മൂത്തോട് പറഞ്ഞതാ ഇവന്റെ പേരിൽ മുമ്പ് കരഞ്ഞു കരഞ്ഞ് ചാവൂന്ന്. പക്ഷെ അപ്പൊ ഞാൻ തീരുമാനം എടുത്തു, ഇനി ഇവന് വേണ്ടി കരയില്ല എന്ന്. ഇന്നലെ ഒരു ചെക്കൻ കഞ്ചാവ് വലിക്കാൻ കാശ് മൂട്ടിക്കുന്നുണ്ട്, ചോദ്യം ചെയ്യുന്ന സ്വന്തം അമ്മയുടെ തലമണ്ടടിച്ച് പൊട്ടിച്ചു. സ്കൂളിൽ പഠിക്കുന്നവനാണ്, ഇമാരുടെ കൂട്ടുകാരനാണ്. ഇവന്മാരെ പോലുള്ള പിള്ളേര് ഈ സാമാനം കുത്തി കയറ്റി ബോധമില്ലാണ്ട് രാത്രി റോഡിലിറങ്ങി നടന്ന് സ്വന്തം പെങ്ങളെ ഇരുട്ടുവാക്കിയിട്ടെല്ലാം പിടിച്ച് റേപ്പ് ചെയ്യും. ഡൽഹി കേസ് കേട്ടല്ലേ? കൂട്ടത്തിലേറ്റവും മൈനറായിരുന്നവനാണ് ആ പെങ്കുച്ചിനെ ഏറ്റവും ബ്രൂട്ടലായിട്ട് റേപ്പ് ചെയ്തത്. ആൺപിള്ളേരുണ്ടായപ്പോൾ നിങ്ങളോട് സന്തോഷിച്ചല്ലേ? പെൺപിള്ളേർ സന്ധ്യ കഴിഞ്ഞ് വീട്ടിലെത്തിയില്ലേ നിങ്ങൾ അന്വേഷിക്കും. ഇവന്മാരുടെ ഓരോ അന്വേഷിക്കണം, എവിടെ പോയി എന്ത് ചെയ്തു എല്ലാം അന്വേഷിക്കണം. ഇതേപോലെ ഒരു കേസിൽപ്പെട്ട ഇവന്മാർക്ക് ഭാവിയിൽ ഒരു ജോലിയോ വിദേശത്ത് പോകാൻ ഒന്നും പറ്റില്ല. ഭാവി കൂമ്പടച്ചു പോകും. ഇപ്പൊ ഞാൻ വിട്ടേക്ക് 3 നടത്തിനെ. ഇനി മേല എന്തെങ്കിലും കേസ് വരെ എന്റെ മുമ്പിലെങ്ങാനും വന്ന് പെട്ട ഇവന്റെ അവസ്ഥ ഉണ്ടല്ലോ, പിന്നെ എണീറ്റ് നടക്കാൻ പറ്റത്തില്ല. നട്ടലിടിച്ച് കലയ്ക്കാൻ പഞ്ചസാരവെള്ളം കുടിപ്പിക്കും. മനസ്സിലായോടാ? പൊക്കല്ല. ഈ മൊബൈൽ കൊണ്ടോ?
എടാ ഇവനാ സെല്ലട ചെയ്യും. വാടാ